എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ SIRന്റെ ഭാഗമായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പേര് ചേർക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ അവർക്ക്. നമ്മുടെ നാട്ടിലുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാം. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ പേര് ചേർക്കാൻ വേണ്ടിയുള്ള അവസരമാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചറിയൽ കാർഡിലെ തിരുത്തുകൾ, അതായത് പേരിലെ വ്യത്യാസം, ജനനത്തീയതി, അഡ്രസ്സിലെ വ്യത്യാസം, ഇവയൊക്കെ തിരുത്തുവാനായിട്ട് ഇപ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഓരോരോ ഫോമുകളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം 6 എന്ന് പറയുന്നത് പുതിയതായിട്ട് പേര് ചേർക്കാനുള്ള നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഫോമാണ് ഫോം 6. പിന്നെ വിദേശത്തുള്ളവർക്ക് അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി ഫോം 6A ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോം 7 ഉണ്ട്. ഫോം 7 എന്ന് പറയുന്നത് നമുക്ക് 2 വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 2 സ്ഥലങ്ങളിൽ നമുക്ക് വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ വെട്ടുവാനൊക്കെ ആയിട്ട് ഫോം 7 ഉപയോഗിക്കാം. ആ ഫോം 7ൻ്റെ അകത്ത് തന്നെയാണ് പറയുന്നത്, നമ്മുടെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം 6ലൂടെ അത് തിരുത്തുവാൻ സാധിക്കും, മാറ്റി പുതിയ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോം 8 ആണുള്ളത്. ഫോം 8 എന്നുള്ളത് നമ്മുടെ പേര് വ്യത്യാസങ്ങൾ, ഇനിഷ്യൽ വ്യത്യാസങ്ങൾ, അഡ്രസ്സ് വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് താമസം മാറിപ്പോകുന്നത് ചെയ്യാൻ വേണ്ടിയുള്ളത്, ഇതൊക്കെയാണ് ഫോം 8 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് നോക്കാം. നമുക്ക് മൊബൈൽ സ്ക്രീനിൽ, നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ. അതുകൊണ്ട് നമുക്ക് മൊബൈൽ സ്ക്രീനിലോട്ട് പോയിട്ട് ആ ഫോമുകൾ എങ്ങനെയാണ് ഓരോന്നും എടുത്ത് നമുക്കത് ഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. അതിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിലെ സെർച്ച് ബാറിൽ voters.eci.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ആയി വരും. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ 4 ഫോമുകളും ഫിൽ ചെയ്യേണ്ടത്. ഫോം 6, ഫോം 6A, 7, 8. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യണം. അതിന് മേളിൽ റൈറ്റ് സൈഡിൽ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. ആദ്യമായിട്ട് കയറുന്നവരാണ് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ഡീറ്റെയിൽ കൊടുത്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ പേര് അവിടെ വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ട് ന്യൂ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ഫോം 6. ഇതാണ് ആദ്യമായിട്ട് പുതുതായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നവർ ഫിൽ ചെയ്യേണ്ടത്. ഇതെടുത്ത് കഴിയുമ്പോഴത്തേന് സെലക്ട് സ്റ്റേറ്റ്, പേഴ്സണൽ ഡീറ്റെയിൽ, റിലേറ്റീവ് ഡീറ്റെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ, അങ്ങനെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടത് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് നിങ്ങളിതിൽ ഫിൽ ചെയ്യേണ്ടത്. അതൊരു ഇടത് സൈഡിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ ഒരു ക്യാപ്ചയൊക്കെ കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതൊരു 3-4 പേജ് കാണും. എല്ലാം കറക്റ്റായിട്ട് തെറ്റില്ലാതെ നിങ്ങൾ ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മലയാളമുണ്ട്. മലയാളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലും ഫിൽ ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 4-5 പേജുകളുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. തൊട്ട് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്. ഇതും കൂടെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് താഴെ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫോം 6 ഫിൽ ചെയ്യാൻ വേണ്ടി. ഇനി വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ 6A ആണ്. ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ NRI ഫോം 6A. ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇതും അതുപോലെ തന്നെ ഇടത് സൈഡിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ അത് കൊടുക്കുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ്, ക്യാപ്ചയുണ്ട്, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് അതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുവഴി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ മൊത്തം ഇംഗ്ലീഷ്, ഹിന്ദി മുഴുവൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഫോമിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെയുള്ളത് ഫോം 7 ആണ്. ഫോം 7 എന്ന് പറയുന്നത് ഡിലീറ്റേഷനാണ്. അതായത് 2 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരാണെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫോം 7 ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. പിന്നുള്ളത് ഫോം 8 ആണ്. ഇതുപയോഗിച്ചാണ് നമ്മളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, പേര് വ്യത്യാസം, അഡ്രസ്സ് വ്യത്യാസം, വീട്ടുപേര് വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നത്, ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഈ ഫോം 8 ഉപയോഗിച്ചാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആപ്ലിക്കേഷൻ ഫോർ സെൽഫ് അതർ ഇലക്ടർ
എപ്പിക് നമ്പർ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡിൽ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഫോം കിട്ടും. ആ ഒരു ഫോം ഉപയോഗിച്ചാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഏത് ഭാഗമാണോ തിരുത്തേണ്ടത് അത് കറക്റ്റായിട്ട് തിരുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളാണ് ആ ഇതിലുള്ളത്. ബാക്കി കുറച്ച് ഡീറ്റെയിലുകളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഡിസംബർ 23-ാം തീയതി തൊട്ട് ജനുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട്. ആ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ SIRന്റെ റിസൾട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി തിരുത്തലുകളൊക്കെ ചെയ്യേണ്ടി വരും. അന്നേരം അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കരട് വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ആരൊക്കെ അതിൻ്റെ അകത്തുനിന്ന് പുറത്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്നാണേലും കുറേ പേര് പുറത്താവും. ആ പുറത്താവുന്നവർ എന്നാണേലും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. അവർ ശരിയായ രേഖകളുമായിട്ട് ഹിയറിങ്ങിന് ചെന്ന് അത് ശരിയാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയാണേലും നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വിവരങ്ങൾ ശരിയായ രീതിയിൽ കൊടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ വോട്ടർ ലിസ്റ്റ് സംബന്ധമായി ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട്, അതുപോലെ തന്നെ ഈ ഫോം ഫിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായി അറിയിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മിക്കവരും നമ്മുടെ വീടുകളിലൊന്നും കാണത്തില്ലായിരുന്നു ഈ ഫോം കിട്ടിയ സമയത്ത്. അപ്പം വീട്ടിലുള്ളവരൊക്കെയാണ് കൂടുതലും ഫോം ഫിൽ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒത്തിരി തെറ്റുകളൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഈ ഒരു മാസം നമുക്ക് ഫോണിലൂടെ തന്നെ എല്ലാവർക്കും അത് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പം എല്ലാവരും ഇത് കയറി ചെയ്ത് കറക്റ്റ് ആക്കുക. നമുക്കൊരു അത്യാവശ്യ കാര്യമാണ്. ഇതിപ്പം നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നതാണ് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും